കോഴിക്കോട് നഗരത്തിൽ ചായക്കടയ്ക്ക് തീപിടിച്ചു. മുതലക്കുളത്തെ ചായക്കട കത്തിനശിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്നാണ് പ്രാഥമിക വിവരം. മേഘ മാധവൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘ, നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് മനസ്സിലാക്കുന്നു. ആർക്കെങ്കിലും പൊള്ളലേറ്റിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ആര്യ, രാവിലെ 7 മണിയോടെയാണ് മുതലക്കുളത്ത് ചായക്കടയിൽ തീപിടുത്തം ഉണ്ടായത്. തീ പൂർണ്ണമായും നിലവിൽ അണച്ചിട്ടുണ്ട്. 2 പേരാണ് സംഭവം നടക്കുമ്പോൾ കടയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളെ പരിക്കുകളില്ലാതെ രക്ഷിക്കാൻ സാധിച്ചു. മറ്റൊരാൾക്ക് 80% പൊള്ളലേറ്റ നിലയിലാണ് ഉള്ളത്. മലപ്പുറം സ്വദേശി കുത്തബ്ദീനാണ് ഗുരുതരമായി ഈ തീപിടുത്തത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. കോഴിക്കോട് അതായത് മുതലക്കുളം ബസ് സ്റ്റോപ്പിന് സമീപത്തെ ചായക്കടയ്ക്കാണ് തീപിടിച്ചത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിയാണ് ഉണ്ടായത് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. സമീപത്തെ കടകൾക്കൊക്കെ തന്നെയും കേടുപാടുണ്ടായിരുന്നു. രാവിലെ 7 മണി ആയതുകൊണ്ട് തന്നെ വലിയ അപകടം ഉണ്ടായില്ല എന്നത് ആശ്വാസം നൽകുന്നു. ഏതായാലും കോഴിക്കോട് ഈ മുതലക്കുളത്ത് എപ്പോഴും ലൈവായി നിൽക്കുന്ന, എപ്പോഴും ആളുകൾ വരുന്ന ഒരു ചായക്കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഈ സമയം രാവിലെ ആയി എന്നതുകൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങൾ ഇല്ലാതെ പോയത്. ഏതായാലും തീപിടുത്തത്തിൽ കട പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ശരി, മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്.